വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കമ്പനി ബോർഡ് LGSന്റെ ഡേറ്റ് എന്നാന്നുള്ളത് അല്ലേ. ഡേറ്റ് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂലൈയിൽ കമ്പനി ബോർഡ് LGS എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി 6 മാസമാണ് ഉള്ളത്. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിലും ഭംഗിയായിട്ട് പഠിക്കുക. ഇനി പ്രിലിംസിന് ഒരു ആനുകാലികം എന്ന് പറയുന്ന ഭാഗം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ പോവരുത്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ GK എന്ന് പറഞ്ഞ് 60 മാർക്ക് പ്രിലിംസിനും GK 40 കറണ്ട് അഫയേഴ്സ് 20 എന്ന് പറഞ്ഞ് മെയിൻസിനുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ GKയില് കറണ്ട് അഫയേഴ്സും കൂടി ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും എക്സാം വരിക. അപ്പൊ കറണ്ട് അഫയേഴ്സ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഗൗരവം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ആറാമത്തെ ലോക ദുരന്ത നിവാരണ കോൺഗ്രസിന് വേദിയായത് ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏതാണ് ആ സംസ്ഥാനം? എന്താണ് ആറാമത്തെ ലോക ദുരന്ത നിവാരണ കോൺഗ്രസ്? ലോക ദുരന്ത നിവാരണ കോൺഗ്രസ് അതിന് വേദിയായത്. ലോകത്ത് വരുന്ന ദുരന്തങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഉച്ചകോടിയാണ് ലോക ദുരന്ത നിവാരണ കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് ആറാമത്തെ നടന്നത് ഒരു ഇന്ത്യൻ നഗരത്തിലാണ്. എവിടെയാണ് അത് നടന്നത്? ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ആറാമത്തെ ലോക ദുരന്ത നിവാരണ കോൺഗ്രസിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? നമ്മുടെ ഉത്തരാഖണ്ഡാണ്. ഇനി അടുത്തത് 1984 ഭോപ്പാൽ വിഷവാതക ദുരന്തം ഉണ്ടായത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്: ഭോപ്പാൽ ദുരന്തം നടന്നത് അല്ലെങ്കിൽ ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ട് 1984. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു TV മിനി സീരീസ് ഉണ്ട്. എന്താണ് TV മിനി സീരീസ്? അത് എന്താണ് എന്നതാണ് ചോദ്യം. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള TV മിനി സീരീസ് ഏതാണ്? അതിന്റെ പേരാണ് ദ റെയിൽവേ മെൻ. എന്താണ്? ദി റെയിൽവേ മെൻ എന്നുള്ളത്. അപ്പൊ ദി റെയിൽവേ മെൻ എന്ന് പറയുന്നത് ഒരു TV സീരീസ് ആണ്. 1984 ഭോപ്പാൽ ഭോപ്പാൽ വിഷവാതക ദുരന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു TV മിനി സീരീസ് ആണ് ദി റെയിൽവേ മെൻ എന്നത്. അടുത്തത് ആരാണ് MS ധോണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത്? MS ധോണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയ പൊതുമേഖലാ ബാങ്ക്. ബ്രാൻഡ് അംബാസിഡർ ആക്കിയ MS ധോണിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയ പൊതുമേഖലാ ബാങ്ക് ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക് ആണ്. അടുത്ത ചോദ്യം: ബ്രസീലിയൻ ശാസ്ത്രജ്ഞന്മാർ ഈ അടുത്ത കാലത്ത് ഒരു വാക്സിൻ വികസിപ്പിച്ചെടുത്തു. ആരാണ്? ബ്രസീലിയൻ ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ ബ്രസീലിയൻ ശാസ്ത്രജ്ഞന്മാര് എന്ത് വികസിപ്പിച്ചെടുക്കുകയാണ്? ഒരു വാക്സിൻ വികസിപ്പിച്ചെടുക്കുകയാണ്. ആ വാക്സിന്റെ പേര് ശ്രദ്ധിച്ചോളോ. ആ വാക്സിന്റെ പേര് കാലിക്സ്. എന്താണ്? കാലിക്സ് കൊക്ക എന്നതാണ്. കാലിക്സ് കൊക്ക. ആ വാക്സിന്റെ പേര് കാലിക്സ് കൊക്ക എന്നതാണ്. ഇത് എന്തിന് എതിരെയുള്ള വാക്സിൻ ആണ്? എന്തിനെതിരെയുള്ളതാണ്? കൊക്കെയിന് എതിരെയുള്ള വാക്സിൻ ആണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ എന്താ പറഞ്ഞേ നമ്മള്? ബ്രസീലിയൻ ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത കാലിക്സ് കൊക്ക എന്നത് എന്തിനെതിരെയുള്ള വാക്സിൻ ആണ്? കൊക്കെയിനെതിരെയുള്ള വാക്സിൻ ആണ്. MS ധോണി ഏത് പൊതുമേഖലാ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ്? സ്റ്റേറ്റ് ബാങ്കിന്റെ. 1984 ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള TV മിനി സീരീസ് ഏതാണ്? ദി റെയിൽവേ മെൻ ആണ്. ആറാമത്തെ ലോക ദുരന്ത നിവാരണ കോൺഗ്രസിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അടുത്തത് നമ്മൾ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ചും, പദ്ധതിക്ക് ഇപ്പോഴെത്രയാണ് എന്താ പറയാ മിനിമം വേജ് കൊടുക്കണേ, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കാറുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ടുള്ള ഒരു വീഡിയോ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ അത് കണ്ടോളൂ. ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് ഒരു പുതിയ പേര് വന്നു. എന്താണ് ആ പുതിയ പേര്? അപ്പോ തൊഴിലുറപ്പ് പദ്ധതിക്ക് വന്ന പുതിയ പേര് ഇതാണ്. എന്താണ്? വിബി ജി റാം ബി. എന്താണ്? വിബി ജി റാം ബി. ഇതിന്റെ പൂർണ്ണ രൂപം നമുക്ക് പറയാം. വികസിത് ഭാരത്. എന്താണ്?
വികസിത്, വികസിത് ഭാരത്, വികസിത് ഭാരത്. ഗ്യാരണ്ടി ഫോർ എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ്, എന്താ? റോസ്ഗാർ, റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ, റോസ്ഗാർ ആൻഡ് അജീവിക, അജീവിക മിഷൻ, റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ഗ്രാമീൺ നിയമം, എന്താണ്? ഗ്രാമീൺ നിയമം. ഇതാണ് VBG റാംബി എന്ന് പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്. ഇപ്പൊ VBG റാംബി എന്നാണ് അറിയപ്പെടുന്നത്. VBG റാംബി, VBG റാംബി. ആ VBG റാംബിയുടെ പൂർണ്ണ രൂപമാണ് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ നിയമം. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ ഇതില് 125 തൊഴിൽ ദിനങ്ങളാണ്. നമ്മൾ 100 തൊഴിൽ ദിനങ്ങളാണ് മുമ്പ് പറഞ്ഞിരുന്നത്. അപ്പോ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച്, പുതിയ നിയമം അനുസരിച്ച് തൊഴിലാളികൾക്ക് 125 തൊഴിൽ ദിവസങ്ങളാണ് ലഭിക്കുക. അപ്പോ അവർക്ക് പദ്ധതി ചെലവുണ്ടല്ലോ, ആ പദ്ധതി ചെലവില് 60% സെൻട്രൽ ഗവൺമെന്റും 60% സെൻട്രൽ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റുകളും വഹിക്കും. 60% സെൻട്രൽ ഗവൺമെന്റും 40% സ്റ്റേറ്റ് ഗവൺമെന്റുകൾ. അപ്പൊ VBG റാംബി മനസ്സിലായില്ലേ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ്. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ നിയമം എന്നാണ് അത് പൂർണ്ണമായിട്ടും അറിയപ്പെടുന്നത്. 125 തൊഴിൽ ദിനങ്ങൾ കിട്ടും. 60 സെൻട്രൽ ഗവൺമെന്റ് വിഹിതവും 40% സ്റ്റേറ്റ് ഗവൺമെന്റ് വിഹിതവുമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏത് മലനിരകളിലാണ്, ഇന്ത്യയിലെ ഒരു മലനിരകളിൽ പുതിയതായിട്ട് ഒരു നിയമം വരികയാണ്. ഇന്ത്യയിലെ മലനിരകളിൽ, ഇന്ത്യയിലെ ഏത് മലനിരകളിലാണ് ഖനന ലൈസൻസ് അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരോധനം നടത്തിയത്? അപ്പൊ ഇനി ഇവർക്ക് ഖനന ലൈസൻസ് കിട്ടില്ല. ഇന്ത്യയിലെ ഒരു മലനിരകൾക്ക് ഖനന ലൈസൻസ് കൊടുക്കില്ല. അവിടെ ഖനനം ചെയ്യാൻ എന്താണ്? ലൈസൻസ് നിരോധിക്കുകയാണ്. ഏതാണ് ആ മലനിര എന്നാണ് പറയുന്നത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മലനിരയായ ആരവല്ലി. ഏതാണ്? ആരവല്ലി മലനിരകളില്. അപ്പോ ഇന്ത്യയിലെ ഏത് മലനിരകളിലാണ് പുതിയ ഖനന ലൈസൻസ് അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നിരോധനം നടത്തിയത്? ആരവല്ലി മലനിര. ഇനി അടുത്തത് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ എന്ത് നിലവിൽ വന്നു എന്നാ പറയണേ? ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. ഇന്ത്യയും അതുപോലെ തന്നെ ന്യൂസിലൻഡും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നു. അതിന്റെ ഈ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം നടത്തിയത് ആരൊക്കെയാണ്? ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും, അടുത്തത് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയായ ക്രിസ്റ്റഫർ ലക്സണും ചേർന്നാണ്. ആരാണ്? ക്രിസ്റ്റഫർ ലക്സൺ. ക്രിസ്റ്റഫർ ആണ്, ക്രിസ്റ്റഫർ ലക്സൺ. അപ്പൊ എന്താ ഇവിടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോട് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ വ്യാപാര കരാർ ചോദിക്കണമെന്നില്ല. ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കാം, ക്രിസ്റ്റഫർ ലക്സൺ. അല്ലെങ്കിൽ ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് ഒരു പുതിയ വ്യാപാര കരാർ ഒപ്പിട്ടത് എന്ന് ചോദിക്കാം. ആരാണ്? ന്യൂസിലൻഡ്. അപ്പൊ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് തീരുമാനമായി. നരേന്ദ്രമോദിയും, അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായ ക്രിസ്റ്റഫർ ലക്സണും ചേർന്നാണ് ആ ഒരു വ്യാപാര കരാറിനെ കുറിച്ച് ഡിക്ലെയർ ചെയ്തത് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, നമ്മുടെ രാജ്യത്ത് തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ. എന്താണ്? ഹൃദയമാറ്റ ശസ്ത്രക്രിയ. അപ്പൊ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ത്യയിൽ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ശസ്ത്രക്രിയ എന്ന് നമുക്കറിയാം. അങ്ങനെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി ഒരു ജില്ലാ ആശുപത്രി പൂർത്തിയാക്കി. ഒരു ജില്ലാ ആശുപത്രിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിജയകരമായിട്ടൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നു. അത് എവിടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? എറണാകുളം ജില്ലാ ഹോസ്പിറ്റലിലാണ്.
അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ ആശുപത്രി എറണാകുളം ജില്ലാ ആശുപത്രി. ഏതാണ്? എറണാകുളം ജില്ലാ ആശുപത്രി. ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. കേരളത്തിലെ തന്നെ ആദ്യത്തെ ജൻ സി പോസ്റ്റ് ഓഫീസ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജൻ സി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ആരംഭിച്ചത്? എവിടെയാണ്? കോട്ടയത്താണ്. കോട്ടയത്ത് എവിടെയാണ്? CMS കോളേജിൽ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ജൻ സി പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് കോട്ടയത്ത് CMS കോളേജിലാണ് എന്ന് മനസ്സിലാക്കാം. ഇനി മയക്കുമരുന്ന് അല്ലെ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികള് ധാരാളം മയക്കുമരുന്ന് ഉപയോഗങ്ങൾ നടത്തുന്നുണ്ട് അല്ലെ. ആ മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനായി നമ്മുടെ സംസ്ഥാന പോലീസ് ആരുമായി ചേർന്ന്? സ്വകാര്യ മേഖലയുമായി ചേർന്ന് ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. ആ പദ്ധതിക്ക് വിളിക്കുന്ന പേര് പോഡ എന്നാണ്. എന്താ പദ്ധതി? പോഡ. എന്താണ് പോഡയുടെ പൂർണ്ണരൂപം? പോഡ പറഞ്ഞ പ്രിവെൻഷൻ. പി പറഞ്ഞ പ്രിവെൻഷൻ. എന്താണ്? പ്രിവെൻഷൻ ഓഫ് എന്തായിരിക്കും? ഡി ഡ്രഗ് അല്ലെ. ഡ്രഗ്. എ എന്തായിരിക്കും? അബ്യൂസ്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. സംസ്ഥാന പോലീസ് സേനയും സ്വകാര്യ വ്യക്തികളും, അതായത് സംസ്ഥാന പോലീസ് സേനയും സ്വകാര്യ മേഖലയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പരിപാടിയാണ്. മയക്കുമരുന്ന് ദുരുപയോഗം തടയുന്നതിനാണ്. പദ്ധതിയുടെ പേര് പോഡ എന്നാണ്. ഇനി അടുത്തത് അണുബോംബ് സ്ഫോടനങ്ങളെ ചെറുക്കാൻ. എന്തിനെ? അണുബോംബ് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ അണുബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവുമ്പോൾ ആ അണുബോംബ് സ്ഫോടനങ്ങളെ ചെറുക്കുന്നതിനും ഏത് കാലാവസ്ഥയായിക്കോട്ടെ, ഏത് കാലാവസ്ഥയിലും ഗവേഷണ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിനുമായി ഒരു ദ്വീപിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് ഒരു രാജ്യം. ഏത് രാജ്യത്താണ് ആ ദ്വീപ് നിർമ്മിക്കുന്നത്? ചൈന. അപ്പോ അണുബോംബ് സ്ഫോടനങ്ങളെ ചെറുക്കുന്നതിനും ഏത് കാലാവസ്ഥയിലും ഗവേഷണ പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തുന്നതിനുമായി ഒരു ദ്വീപ് നിർമ്മിക്കുന്ന രാജ്യമാണ് ഏത്? കൃത്രിമ ദ്വീപ് നിർമ്മിക്കുന്ന ആണവ പ്രതിരോധ കൃത്രിമ ദ്വീപ് എന്നൊക്കെ പറയാം കേട്ടോ. ലോകത്തിലെ തന്നെ ആദ്യത്തെ ആണവ പ്രതിരോധ കൃത്രിമ ദ്വീപ് എന്നതിനെ വിശേഷിപ്പിക്കാം. അത് നിർമ്മിക്കുന്ന 2028 ആകുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാകും എന്നാണ് അവർ പറയുന്നത്. ആ ദ്വീപ് നിർമ്മിക്കുന്നത് ചൈന. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ആണവ പ്രതിരോധ കൃത്രിമ ദ്വീപ് നിർമ്മിക്കുന്നു ചൈന. മയക്കുമരുന്നിന്റെ ദുരുപയോഗം തടയാനായിട്ട് സംസ്ഥാന പോലീസ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി പോഡ. പ്രൊവിൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. കേരളത്തിലെ ആദ്യത്തെ ജൻസി പോസ്റ്റ് ഓഫീസ് കോട്ടയം CMS കോളേജിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തെ ആദ്യത്തെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ജില്ലാ ആശുപത്രി എറണാകുളം ജില്ലാ ആശുപത്രി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിടാണ് അത് ഡിക്ലെയർ ചെയ്തത്. നരേന്ദ്രമോദിയും ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയുമായ ക്രിസ്റ്റഫർ ലക്സനും ചേർന്നാണ്. ഈ ഏത് ഇന്ത്യൻ മലനിരകൾക്കാണ് ഖനന ലൈസൻസ്? നമ്മുടെ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന് ഈ ഖനന ലൈസൻസ് കൊടുക്കണില്ല, ഇതിന് നിരോധനം ഏർപ്പെടുത്തിയത് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മലനിരകളായ ആരവല്ലി മലനിരകൾക്കാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? അടുത്ത ചോദ്യം, അണ്ടർ-19 ലോകകപ്പ് ഫുട്ബോൾ. എന്താണ്? അണ്ടർ-19 വേൾഡ് കപ്പ് ഫുട്ബോൾ. അണ്ടർ-19 വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം ആര് നേടി? അണ്ടർ-19 വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? പോർച്ചുഗൽ ആണ്. അണ്ടർ-19 വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? പോർച്ചുഗൽ ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലെ, IUCN അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ നാഷണൽ പാർക്ക് ഏതാണ്? കാഞ്ചൻജംഗ. ഏതാ? കാഞ്ചൻജംഗ. അപ്പൊ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN അംഗീകാരം ലഭിച്ച നമ്മുടെ നാഷണൽ പാർക്കാണ് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക്. അടുത്തത് നോക്കൂ. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് എവിടെ? 2025-26 സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിന്
സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാണ്? അസ്സാമിലാണ്. 2025-26 സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിന് വേദിയാകുന്നത് എവിടെയാണ്? അസ്സാമാണ്. ഇനി ലോകത്ത് തന്നെ ആദ്യമായി ഒറ്റ ഡോസ് ഡെങ്കി വാക്സിൻ, ഒറ്റ ഡോസ് ഡെങ്കുവിന്റെ വാക്സിൻ, ഒറ്റ ഡോസ് ഡെങ്കി വാക്സിന് അനുമതി നൽകിയ രാജ്യം ഏതാണ്? ഒറ്റ ഡോസ് ഡെങ്കി വാക്സിന് അനുമതി നൽകിയത് ഏത് രാജ്യമാണ്? ബ്രസീലാണ്. ഏത് രാജ്യമാണ്? ബ്രസീൽ. ലോകത്ത് തന്നെ ആദ്യമായി ഒറ്റ ഡോസ് ഡെങ്കി വാക്സിന് അനുമതി നൽകിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. അടുത്തത് BARC അല്ലെ, ബാർക്ക്. BARC വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂട്ടന്റ് വാഴ ഇനം ഏതാണ്? മ്യൂട്ടന്റ് വാഴ. BARC വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂട്ടന്റ് വാഴയുടെ പേര് കാവേരി വാമൻ എന്നാണ്. എന്താണ്? കാവേരി വാമൻ അഥവാ TBM9. അപ്പൊ ഒന്ന് പറഞ്ഞേ, അണ്ടർ-19 വേൾഡ് കപ്പ് ഫുട്ബോൾ കിരീടം പോർച്ചുഗൽ നേടി. IUCN അംഗീകാരം നേടിയ നാഷണൽ പാർക്ക് കാഞ്ചൻജംഗ. 2025-26 സന്തോഷ് ട്രോഫി ഫൈനൽ നടക്കുന്നു അസമിൽ. വേൾഡിലെ ആദ്യത്തെ ഒറ്റഡോസ് ഡെങ്കി വാക്സിൻ അനുമതി നൽകി ബ്രസീൽ. BARC ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂട്ടന്റ് വാഴ ഇനം വികസിപ്പിച്ചു. അതിന്റെ പേര് കാവേരി വാമൻ അഥവാ TBM9 എന്നതാണ്. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, നവരത്ന പദവി. എന്ത് പദവിയാണ്? നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം. എന്ത് സ്ഥാപനമാണ്? കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം. അപ്പൊ നവരത്ന പദവി ലഭിക്കുന്ന 27ാമത്തെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പേര് ന്യൂ മാലിഗഡ് റിഫൈനറി. എന്താ അതിന്റെ പേര്? ന്യൂ മാലിഗഡ് റിഫൈനറി എന്നാണ്. ന്യൂ മാലിഗഡ് റിഫൈനറി. എന്താ പേര്? ന്യൂ മാലിഗഡ് റിഫൈനറി എന്നാണ്. അടുത്തത് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ. അതിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്, പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നിയമിതയായത് ആരാണ്? സംഗീത ബറുവ പിഷാരടി. ആരാണ്? സംഗീത ബറുവ പിഷാരടി. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി നിയമിതയായത് സംഗീത ബറുവ പിഷാരടി. ഇനി അടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഗോവ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശ്രീരാമ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? നമ്മുടെ ഗോവയിലാണ്. അടുത്തത് 19ാമത്തെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവ്. എന്താണ്? ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ. 19ാമത്തെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ കേരളത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ച സേവനങ്ങൾ, സർവീസസ് ഏതൊക്കെയാണ്? ഏതൊക്കെ സർവീസസിനാണ്? ഒന്ന്, ഡിജി കേരളം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിജി കേരളം പഠിച്ചു വെക്കുക. ഗവേൺസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെ, ഡിജി കേരളം. അടുത്തത് ഏതാണ്? കൈറ്റ്. ഡിജി കേരളവും കൈറ്റ്, എഡ്യൂക്കേഷൻ ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള കൈറ്റും ഗവേൺസ് ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള ഡിജി കേരളവുമാണ്. 19ാമത്തെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ കേരളത്തിൽ നിന്നും പുരസ്കാരം ലഭിച്ച സേവനങ്ങൾ എന്നുകൂടെ മനസ്സിലാക്കാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ ഒരു എന്താ പറയാ കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ്. ടീച്ചർ പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ജൂലൈ മാസമാണ് പരീക്ഷ. വീണ്ടും ടീച്ചർ ഓർമ്മിപ്പിക്കുകയാണ്, ഭംഗിയായിട്ട് അന്നാന്ന് എടുക്കണത് ടോപ്പിക്കുകളൊക്കെ ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ.